അതിന്റേതായിട്ടുള്ള 100% ഗുണനിലവാരമുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലുപൊടി 1 കിലോ ഇടുന്ന സ്ഥാനത്ത് നമ്മുടെ 1/2 കിലോ ഇട്ടാൽ മതി. 1/2 കിലോ ഇട്ടാൽ മതി. 95 ഡിഗ്രി മുതൽ 110 ഡിഗ്രി ടെമ്പറേച്ചറിൽ സ്റ്റീം ഉപയോഗിച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതായത് ആവിയിൽ പുഴുങ്ങി പൊടിക്കുക ആണ് നമ്മുടെ ഇവിടുത്തെ മെത്തേഡ്. ഈ പ്രഷറിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെറ്റീരിയലിലുള്ള ബാലൻസ് ഓയിലും നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പൗഡറിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഇത്രയും നേരം കണ്ട പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ഫോമാണ്, തനി പൗഡറാണ്. ഈ ഒരു ഫോമിലേക്കാണ് നമുക്കിത് വരുന്നത്. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ജൈവ കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രധാന വളമാണ് നമ്മളെ എല്ലുപൊടി, അതായത് ബോൺ മീൽ. അപ്പോൾ ഈ ബോൺ മീൽ നമുക്ക് ശരിയായ ക്വാളിറ്റിയിലുള്ള സാധനമാണോ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്കും അത് കറക്റ്റായിട്ട് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളിവിടെ തന്നെ നമ്മൾ ആസിഡ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ആക്കി വരുന്ന ചണ്ടിയായിട്ട് എല്ലുപൊടി നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിൽ വരുന്ന എല്ലുപൊടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ MPA കമ്പനീൻ്റെ എല്ലുപൊടിയെ കുറിച്ചിട്ട്, അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മളെ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തുള്ള MPA കമ്പനിയിലാണ് കേട്ടോ. അപ്പോൾ ഈ MPA കമ്പനി എന്ന് പറഞ്ഞാൽ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇതൊരു കേരള സർക്കാർ സ്ഥാപനമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 50 വർഷത്തിന് മേലെ പ്രവർത്തന പരിചയമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടുത്തെ റെൻഡറിങ് യൂണിറ്റിന്റെ പ്രവർത്തന രീതികളും അതേപോലെ തന്നെ MPA കമ്പനിയുടെ എല്ലുപൊടിന്റെ ഗുണനിലവാരവും നമുക്ക് ചോദിച്ചും കണ്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ ആളുണ്ട് കേട്ടോ, നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് എൽദോസ്. ഞാനാണ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളത്തിന്റെ റെൻഡറിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ. ഏകദേശം ഒരു 1.5 വർഷത്തിന് മേളിലായിട്ട്. 1.5 വർഷം ഞങ്ങളാണ് ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നു. ഇവര് തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഈ MPA പ്രോഡക്റ്റ് ആയിട്ടുള്ളത്? മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ സർക്കാർ സ്ഥാപനമാണ്, അറിയാം. അതായത് മീറ്റ് പരമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും ഉണ്ട്. ലൈക്ക് ബഫലോ ഉണ്ട്, ചിക്കൻ, പോർക്ക്, അതിന്റെ സോസേജ്, കട്ട്ലറ്റ്, അതായത് മീറ്റ് പ്രൊഡക്ട്സ്, മീറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഡക്ട്സും പ്രോസസ് ചെയ്യുന്ന ഒരു ഏകദേശം 50 വർഷത്തിന് മേളിൽ പ്രവൃത്തി പരിചയമുള്ള സർക്കാരിന്റെ സ്ഥാപനമാണ് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ. ഓക്കെ, അതിന്റെ കൂടെ തന്നെയാണ് ഈ റെൻഡറിംഗ് പ്ലാന്റ് കൂടി? അതെ. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ തന്നെയാണ് ഈ പ്ലാന്റ്. അപ്പോൾ ഇവിടുത്തെ വരുന്ന ബോണും കാര്യങ്ങളും പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു യൂണിറ്റ് ആണ്. ഇത് ഫെർട്ടിലൈസർ ആയിട്ട് മാത്രമായിട്ട് കൊടുക്കുക? ഫെർട്ടിലൈസർ ആണ്. 99.99% നമുക്കിത് ബോൺ മീൽ ഫെർട്ടിലൈസർ തന്നെയായിട്ടാണ് പോകുന്നത്. കർഷകരാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊഡക്ഷനിലേക്ക് നമുക്ക് നേരിട്ട് കാണാം. നമുക്ക് അതിന്റെ പ്ലാന്റിൽ പോയിട്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നേരിട്ട് കാണാം. ഇതാണ് നമ്മുടെ മെത്തേഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോഡിംഗ് കൺവെയർ എന്നാണ് ഈ കൺവെയറിന് പറയുന്നത്. നമ്മുടെ പച്ചയെല്ല് കേടുവരാതെ, അതായത് ഫ്രഷ് ആയിട്ടുള്ള എല്ല് ഈ ലോഡിംഗ് കൺവെയറിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. ഈ ലോഡിംഗ് കൺവെയറിൽ നിന്നാണ് ഇതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇതിൽ നിന്ന് വരുന്ന നമുക്ക് ഒരു ദിവസം എത്രയാണോ എല്ല് വരുന്നത്, ഈ എല്ല് എല്ലാം ഈ ലോഡിംഗ് കൺവെയറിലൂടെയാണ് ഇതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ട രീതിയിലുള്ള കാല് വരുന്ന പോർഷൻ്റെ നമ്മൾ അതിൻ്റെ അകത്ത് പല മാടുകളിലും ഈ പറയുന്ന ലാടം പോലുള്ള സാധനങ്ങൾ ഒക്കെ ഉണ്ടാവും. അതെല്ലാം നോക്കി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ലോഡിംഗ് കൺവെയറിലേക്ക് ശ്രദ്ധയോടുകൂടി ഇടുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ 2ാം ഘട്ടമാണ്. 2ാം ഘട്ടം പ്രീ ബ്രേക്കറാണ്. നമുക്ക് പ്രീ ബ്രേക്കറിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രോസസ്സ് കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്ക് എത്തി. പ്രീ ബ്രേക്കറിൽ ഈ എല്ല് ചതച്ച് അരച്ച് ഈ രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നമുക്ക് ലഭിക്കും. ഇതിൽ നിന്ന് 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ 3ാമത്തെ ഘട്ടം, കുക്കിംഗ് ആണ് നമ്മുടെ റെൻഡറിങ്ങിൻ്റെ, നമ്മുടെ എല്ലുപൊടിയുടെ പ്രൊഡക്ഷനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടം. ഈ ഘട്ടത്തിലാണ് നമ്മൾ ആദ്യം കൺവെയറിൽ കണ്ട എല്ല് 2ാമത്തെ പ്രീ ബ്രേക്കറിൽ ചതച്ച് അരച്ച് കഴിഞ്ഞ് ഇത് കുക്കറിലേക്ക്, ഏകദേശം നമുക്ക് 2.5 ടൺ കപ്പാസിറ്റി ഉള്ള കണ്ടിന്യൂസ് കുക്കറാണത്. ഈ കുക്കറിൽ 95 ഡിഗ്രി മുതൽ 110 ഡിഗ്രി ടെമ്പറേച്ചറിൽ സ്റ്റീം ഉപയോഗിച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതായത് ആവിയിൽ പുഴുങ്ങി പൊടിക്കുക ആണ് നമ്മുടെ ഇവിടുത്തെ മെത്തേഡ്. ഈ കുക്കറിൽ ഏകദേശം 1 മണിക്കൂറും 2 മണിക്കൂറും ഈ സ്റ്റീം കൊണ്ട് ഇത് കുക്കായി ഇതിൻ്റെ കറക്റ്റ് പരുവത്തിലായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇറക്കും. ഇതിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ റെൻഡറിങ് മെത്തേഡിൻ്റെ എല്ലുപൊടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ കുക്കിംഗ്. ഇനി വരുന്നത് നമ്മുടെ അടുത്ത ഒരു സ്റ്റേജാണ് പ്രോസസ്സിങ്ങിൻ്റെ.
നമുക്കിത് നമ്മൾ ആദ്യം കാണിച്ച കുക്കറിൽ ഈ സമയം ഏകദേശം 1.5-2 മണിക്കൂർ 110 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത് പുഴുങ്ങി, അത് കഴിഞ്ഞിട്ട് അതിൽ ഔട്ട് ഇറങ്ങി വരുന്ന മെറ്റീരിയൽ ഈ കൺവെയറിലൂടെയാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഈ കൺവെയറിൽ വരുമ്പോഴാണ് ഇതിൻ്റെ അകത്തുള്ള ഓയിലുകൾ സെപ്പറേഷൻ, ഒരു സ്റ്റേജിൽ ഓയിൽ സെപ്പറേഷൻ നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് അടിയിൽ നെറ്റാണ്, ഈ നെറ്റിൻ്റെ അടിയിലേക്ക് താഴത്തെ ടാങ്കിലേക്ക് മെറ്റീരിയലിൽ ഉള്ള ഓയിൽ ഊറി ഇറങ്ങി ഈ ടാങ്കിലേക്ക് സെറ്റിലാവും. ഇതിന് ശേഷം ഇത് നേരെ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനിലേക്കായിട്ടുള്ള സ്ക്രൂ പ്രസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ്. ആ സ്ക്രൂ പ്രസിൻ്റെ പ്രവർത്തനം നമുക്ക് അടുത്ത സ്റ്റേജിൽ എങ്ങനെയാണെന്ന് കാണാം. ഇതാണ് നമ്മുടെ റെൻഡറിങ് മെത്തഡിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ്. കുക്കിംഗ് മെത്തേഡിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റേജാണ് സ്ക്രൂ പ്രസ് എന്നാണ് നമുക്ക് ഈ മെഷീൻ്റെ പേര് പറയുന്നത്. നമ്മൾ ആ ലോഡിംഗ് കൺവെയറിൽ ഓയിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഓയിൽ നമ്മുടെ മെറ്റീരിയൽ ഈ പ്രസ്സിലേക്ക് വരും. ഈ പ്രസ്സിലേക്ക് വന്ന് ഈ ചേംബറിൽ ഹൈ പ്രഷറിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മെറ്റീരിയലിലുള്ള ബാലൻസ് ഓയിലും നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സെപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഔട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കേക്ക് രൂപത്തിലാണ് വരുന്നത്. ഈ കേക്ക് രൂപം കൺവെയറിലൂടെ കയറി അടുത്ത സ്റ്റേജിലേക്ക് പോകും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം, ഇതിൻ്റെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാവുന്ന ബാലൻസ് ഓയിൽ അതിൻ്റെ ചേംബറിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഓയിൽ ടാങ്കിലേക്ക് വീഴുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഈ മെഷീൻ നമുക്കിതിന് പ്രസ്സിങ് രീതിയാണ്, സ്ക്രൂ പ്രസ് എന്നാണ് അതിന് പേര്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സ്ക്രൂ പ്രസ് മെത്തേഡ് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഓയിൽ മൊത്തം സെപ്പറേറ്റ് ചെയ്ത് ഇത് പ്രസ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ സ്ക്രൂ പ്രസ്സിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇറങ്ങുന്നത്. അതൊരു കേക്ക് രൂപത്തിൽ ഈ ഒരു പരുവത്തിൽ ഈ ബിന്നിൽ വന്ന് ചാടി കൺവെയറിലൂടെ കയറി നമ്മൾ അടുത്ത ഇതിൻ്റെ ഫൈനൽ, നമ്മുടെ റെൻഡറിങ് മെത്തേഡിൻ്റെ ഫൈനൽ സ്റ്റേജായ ഹാമറിങ്ങിലേക്ക് പോകുന്ന കൺവെയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ചെന്ന് നമുക്ക് ഹാമറിങ് മെത്തേഡിലെ ഹാമർ മില്ലിലേക്ക് വന്ന് വീഴും. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് മെത്തേഡ് ആയിട്ടുള്ള ഹാമറിങ് ഒരു പക്ഷേ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു മെത്തേഡായിരിക്കും. പൊടിച്ചെടുക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ആ കേക്ക് രൂപത്തിൽ കണ്ട മെറ്റീരിയൽ ഹാമർ മില്ലിൽ കയറി അത് പൊടിച്ച് ഇതിൻ്റെ സ്റ്റോറേജ് സെക്ഷൻ, നെക്സ്റ്റ് ആയിട്ടുള്ള പാക്കിംഗ്, സ്റ്റോറേജിൽ നിന്ന് നേരെ പാക്കിങ്ങിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്റ്റോറേജ് സെക്ഷനിലേക്ക് പോകുന്ന കൺവെയറിലെ പൗഡറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റെൻഡറിങ് മെത്തേഡ്, നമ്മുടെ എല്ലുപൊടി ഉണ്ടാക്കുന്ന മെത്തേഡിൻ്റെ അവസാനത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൺവെയറിലൂടെ വന്ന ഹാമറിങ് മെത്തേഡ് കഴിഞ്ഞ് കൺവെയറിലൂടെ വന്ന പൊടി സ്റ്റോറേജ് ബിന്നിൽ കയറി അവിടെ നിന്ന് നേരെ നമ്മൾ പാക്കിങ്ങിലേക്ക് കടന്നു. ആ പാക്കിങ് നമുക്ക് ആവശ്യമായിട്ടുള്ള ചാക്കിൽ, എത്ര കിലോയുടെയാണോ ചാക്കിൽ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് തൂക്കും. നമ്മളത് കറക്റ്റ് വെയിറ്റ് തൂക്കിയെടുത്തതിന് ശേഷം നമ്മളത് സീൽ ചെയ്യും. നമ്മുടെ പൗഡറിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ ഇത്രയും നേരം കണ്ട പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് ഫോമാണ്, തനി പൗഡറാണ്. ഈ ഒരു ഫോമിലേക്കാണ് നമുക്കിത് വരുന്നത്. ഇതിന് ശേഷം നമ്മളിത് പാക്ക് ചെയ്യും. നമ്മൾ സീല് ചെയ്ത് നമ്മളുടെ സ്റ്റോറേജിലേക്ക് നമ്മളിത് സ്റ്റോക്ക് ചെയ്യും. സീല് നമുക്ക് 50 കിലോ, 25 കിലോ, 10 കിലോ ഈ 3 വെയിറ്റ് ആയിട്ടുള്ള ചാക്കാണ് നമുക്ക് എല്ലുപൊടി വരുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കുറെ പേര് എന്നോട് ചോദിക്കുന്നതാണ് MPI ബോൺ മീലിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം, അതിന്റെ ഗുണനിലവാരം എന്താന്നൊക്കെ. അപ്പൊ മറ്റു എല്ലുപൊടിനെ അപേക്ഷിച്ചിട്ട് ഇത് MPIന്റെ പ്രോഡക്റ്റ് നമ്മളുടെ വ്യത്യാസം എന്താണ്? മറ്റ് എല്ലുപൊടികളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റ് കമ്പനികളുടെ എല്ലുപൊടിയുടെ ഒരു പ്രോസസ്സിങ് രീതി നമ്മുടെ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ഒരുപാട് മാറ്റം. റെൻഡറിങ് മെത്തേഡ് 100% റെൻഡറിങ് മെത്തേഡിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ പ്ലാന്റ് ഉണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. എന്റെ മിസ്റ്റേക്ക് ആണ്, എനിക്ക് വ്യക്തമായിട്ട് ധാരണ. അല്ല, ഞാൻ പല രീതിയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ആസിഡിൽ അത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്ന രീതികളൊക്കെ അതൊക്കെ ഉള്ളത് തന്നെയാണോ? പല തെറ്റിദ്ധാരണകളും ഉണ്ട്. ആസിഡ് വാഷ് ചെയ്ത എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ആസിഡ് വാഷ് അല്ല, അതിന്റെ കണ്ടന്റുകൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ബാലൻസ് വരുന്ന ആസിഡ് ഉപയോഗിച്ചിട്ടല്ല, അത് അതിന്റെ സെപ്പറേഷൻ ആണ്. സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ചണ്ടി വരുന്ന എല്ല് പൊടിച്ചിട്ടാണ് ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 95% പൊടികൾ നിലവിലുള്ളത്. അതിന്റെ ഗുണനിലവാരം നമുക്ക് മണ്ണിന് ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ ഒരു രീതി അനുസരിച്ച് എല്ലുപൊടി ഇടുന്നു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള കണ്ടന്റുകളെല്ലാം മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേഷൻ നടത്തി കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ചണ്ടിയായിട്ട് വരുന്ന എല്ലിന്റെ കഷ്ണങ്ങൾ പൊടിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്നു.
അതാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത്. അതാണ് നമുക്ക് റേറ്റ് കുറച്ചിട്ടൊക്കെ നമുക്ക് അത് ആക്ച്വലി അവർക്ക് എത്ര രൂപ കൊടുത്താലും അവർക്ക് ഒരു ബോണസ് അല്ലെങ്കിൽ ഇതുപോലെയാണ്. ഞാൻ കുറ്റം പറയണല്ല, അതിന്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് 100% റെൻഡറിങ് മെത്തേഡാണ്. നമ്മൾ ഇതിന്റെ അകത്ത് വേറെ ഒരു മിക്സിങ്ങോ വേറൊരു സെപ്പറേഷനോ വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% എല്ല് കുക്കറിൽ പോയി ഏകദേശം 100-110 ഡിഗ്രിയിൽ 1-1.5 മണിക്കൂർ അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാമത്തെ സ്ക്രൂ പ്രസ് എന്ന് പറഞ്ഞ മെഷീനിൽ കയറി ബാലൻസ് വരുന്ന ഓയിലും പ്രസ് ചെയ്തതിന് ശേഷം ഹാമർ കയറ്റി പൊടിച്ച് ഡയറക്റ്റ് നമ്മൾ പാക്ക് ചെയ്യുവാണ്. ഡയറക്റ്റ് പാക്ക് ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വേറെ കെമിക്കലുകളോ വേറെ അഡീഷണൽ ആഡ് ഓണുകളോ പരിപാടികളോ ഒന്നുമില്ല. 100% 1 കിലോ എല്ലുപൊടി മേടിച്ച് കഴിഞ്ഞാൽ 1 കിലോയും എല്ലുപൊടി ആയിരിക്കും. അതിനകത്ത് 50% മണലോ. ഞാൻ കണ്ടു മറ്റു എല്ലുപൊടിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പൗഡർ രൂപത്തിലാണ്. ഏകദേശം കേരളത്തിൽ ആർക്കും ഇത്ര നൈസായിട്ടുള്ള പൗഡർ രീതിയിൽ എല്ലുപൊടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. കൊടുക്കാൻ പറ്റില്ല എന്നല്ല, പറ്റുമായിരിക്കും. ഇപ്പൊ നിലവിൽ ആരും കൊടുക്കുന്നില്ല. അപ്പൊ ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്? ഇതിനകത്ത് മെയിൻലി നമുക്ക് മണ്ണിന് എല്ലുപൊടിയിൽ ശരിക്കും മണ്ണിന് വേണ്ടത് ഫോസ്ഫറസ്, കാൽഷ്യം, നൈട്രജൻ. ഫോസ്ഫറസ് FCO പ്രകാരം ഫോസ്ഫറസ് 21% ആണ് വേണ്ടത്. നമ്മുടെ ഏകദേശം 21.5% ഉണ്ട്. 21.5%. കാൽഷ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഇത് എല്ലാം 1 to നൈട്രജൻ വേണ്ടത് 1 to 4 ആണ്. നമ്മുടെ ഏകദേശം 5 ഉണ്ട്. പിന്നെ വേണ്ടത് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ശരിക്കും മണ്ണിന് ആവശ്യമില്ലെങ്കിൽ പോലും പ്രോട്ടീൻ ഉള്ളിടത്തോളം ഇതിന്റെ ചെടികളുടെ വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് വളർച്ച നല്ല ഉണ്ടാവും. ഏകദേശം 44% പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് നമ്മുടെ എല്ലുപൊടിയിൽ. നമുക്കിവിടെ തന്നെ ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് ഫ്രീക്വന്റ്ലി അടിക്കടിക്ക് ഇതിന്റെ ക്വാളിറ്റി ഇവർ തന്നെ അഷ്യൂർ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ ഈ MPI ബ്രാൻഡിന്റെ എല്ലുപൊടി വില എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എല്ലുപൊടിക്ക് 1 കിലോയ്ക്ക് വരുന്നത് 100 രൂപയാണ്. 100 രൂപയാണ് 1 കിലോയ്ക്ക് 100 രൂപ. നമുക്കുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് 10 കിലോ, 25 കിലോ, 50 കിലോ 3 ടൈപ്പ് ചാക്കിലാണ് നമുക്ക് അവൈലബിൾ. 10 കിലോന്റെ 25 കിലോന്റെ 50 കിലോന്റെ ബാഗുകളാണ്. സംശയം കാണും 100 കിലോ എന്ന് കേട്ട് കാരണം എന്താ വെച്ചാൽ 40 റുപ്യക്കും 30 റുപ്യക്കും 20 റുപ്യക്കും ഒക്കെ എല്ലുപൊടി കിട്ടുന്നുണ്ട്. ഞാൻ അതാണ് അതിന് മുമ്പ് പറഞ്ഞത്. നമ്മുടെ ഒരു പ്രോസസ്സ് റെൻഡറിങ് മെത്തേഡിന്റെ പ്രോസസ്സും അതിന്റെ അകത്ത് നമുക്ക് ഇത് 100% എല്ലുപൊടിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. അതെ, അതിനകത്ത് മറ്റ് കെമിക്കലുകളോ മറ്റ് ആഡ് ഓൺസ് ഇപ്പൊ ചില പൊടികൾ കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വന്ന് വേറെ കമ്പനിയുടെ എല്ലുപൊടി മേടിച്ചിട്ട് അതിൽ മണലാണ്, ഭൂമിയാണ്, അതിട്ടിട്ട് പ്രയോജനം കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് പൊടി മേടിക്കാൻ വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ 1 കിലോ മേടിച്ചാൽ 1 കിലോയും എല്ലുപൊടി ആയിട്ട് കിട്ടണം കർഷകന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ റേറ്റ് ആണ് നമ്മൾ 100 രൂപ വരുന്നുണ്ട് 1 കിലോ. അതിന്റേതായിട്ടുള്ള ഗുണനിലവാരം ഉണ്ട്. അതിന്റേതായിട്ടുള്ള 100% ഗുണനിലവാരം ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്ന എല്ലുപൊടി 1 കിലോ ഇടുന്ന സ്ഥാനത്ത് നമ്മുടെ 1/2 കിലോ ഇട്ടാൽ മതി. 1/2 കിലോ ഇട്ടാൽ മതി. 50 രൂപ ആവുള്ളൂ 1/2 കിലോയ്ക്ക്. അതെ, പുറത്തുനിന്നുള്ള എല്ലുപൊടി 1 കിലോ ഇട്ടാലും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടാറില്ല. കാരണം ഞാൻ തന്നെ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, ഒരുപാട് ചണ്ടി ആയിട്ടാണ് അത് പോവാറ്. ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്ട്രാക്ഷൻ മെത്തേഡ് എല്ലാം കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന എല്ലിന്റെ കഷ്ണങ്ങൾ വെച്ച് പൊടിച്ചിട്ടാണ് ഇപ്പൊ നിലവിൽ ഒരു 90% എല്ലുപൊടി മാർക്കറ്റിലുള്ളത്. അത് 1 കിലോ അല്ല, നിങ്ങൾ 5 കിലോ ഇട്ട് കഴിഞ്ഞാലും മണ്ണിന് യാതൊരുവിധ ഗുണമല്ല, ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. മണ്ണിന്റെ pHന്റെ വാല്യൂ എല്ലാം പോകും. അപ്പൊ നമുക്ക് ചെടികൾക്കോ അല്ലെങ്കിൽ വിള കിട്ടുന്നതിന് നല്ല രീതിയിൽ ബാധിക്കും അത്. ഇതിപ്പോ നിങ്ങളെ ഔട്ട്ലെറ്റിൽ വന്ന് വാങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഡക്ഷനെ കണ്ടു ബോധ്യപ്പെടാൻ വേണ്ടി പറ്റും? തീർച്ചയായിട്ടും പറ്റും. നമുക്ക് പ്രൊഡക്ഷൻ ഉള്ള സമയത്ത് കസ്റ്റമേഴ്സിനകത്ത് കാണാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. പ്രൊഡക്ഷൻ ഓപ്പൺ ആണ്. പക്ഷെ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കയറുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം സ്മെല്ല് കാര്യമായിട്ടില്ല. ഞാൻ കയറിയതാണ്, കാര്യമായിട്ടുള്ള സ്മെല്ല് ഉണ്ടാവില്ല. അതൊന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഭീകരമായിട്ടുള്ള സ്മെല്ല് എന്ന് പറയാനുള്ള ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാവില്ല. എല്ലിന്റെ ഇതും ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ് പ്രൊഡക്ഷൻ എല്ലാം കാണിച്ചു കൊടുക്കാം. നമുക്ക് പ്രൊഡക്ഷൻ ഇല്ലാത്ത സമയത്ത് ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്നെല്ലാം നമുക്ക് ലൈവായിട്ട് ഇന്ന് നമ്മുടെ ഈ മെഷീൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമുക്ക് പ്ലാന്റ് കംപ്ലീറ്റ്ലി നമുക്ക് കാണിച്ചു കൊടുത്ത് നമ്മുടെ പൊടിയും കണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മേടിച്ചുകൊണ്ട് പോവാം. അപ്പൊ ആ മേടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ തന്നെ നമുക്ക് ഒരു 1000 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കാം. ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കാം. 1000 കിലോ താഴെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർസൽ സർവീസ് ഫ്രീ ആയിട്ട് പാർസൽ ചെയ്തു. 10 കിലോന്റെ ബാഗ് എടുത്താലും 25 കിലോന്റെ ബാഗ് എത്ര കിലോ 1000 കിലോ വരെ
എത്ര കിലോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഓൾ കേരള പാഴ്സൽ ഫ്രീ ആക്കി കൊടുക്കാം. പാർസൽ ഫ്രീ ആയിട്ട് കൊടുക്കും. 1000 അല്ലാതെ മേളിലാണെങ്കിൽ അല്ലാതെ നമ്മളെ ഇപ്പൊ മറ്റു ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള വളക്കടയിൽ നിന്ന് ഇത് കിട്ടും? വളക്കടയിൽ കിട്ടില്ല. നമുക്ക് കേരളത്തിൽ ഒരു ഒന്നെങ്കിൽ പാർസൽ സർവീസ്, അല്ലാന്നുണ്ടെങ്കിൽ എംപിന്റെ ഫാക്ടറിയിൽ അവിടെ തന്നെ വരേണ്ടി നമുക്ക് പുറത്ത് ഒരു കടകളിലും, കേരളത്തിൽ ഒരു കടകളിലും എംപിയുടെ പൊടി ഞാൻ കുറെ പേര് പറയുന്ന കേട്ടിട്ടുണ്ട്, എംപിയുടെ പൊടി പോലത്തെ പൊടി. പക്ഷെ അതേപോലെ നൈസ് ആണ് അത് ചിലപ്പോ ആയിരിക്കാം. എംപിയുടെ പൊടി കേരളത്തിൽ ഒരു വളക്കടയിലും ലഭിക്കില്ല. ഡയറക്റ്റ് ഇവിടുത്തെ ഔട്ട്ലെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പാർസൽ. അതെ അതെ അതെ, ഈ ഒരു സംവിധാനമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അവൈലബിലിറ്റി കുറവാണ് കടയിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിന്റെ. കാരണം നമ്മൾ നല്ല രീതിയിൽ ഓർഡർ ഉണ്ട്. ഈ ഓർഡർ അനുസരിച്ച് കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക്. നമുക്ക് പ്രൊഡക്ഷന്റെ ഇതും, നമുക്ക് സ്റ്റോക്ക് വരുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നു. നമുക്ക് ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ സംഭവമില്ല. നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യണം. ഇപ്പൊ ഇന്ന് പ്രൊഡക്ഷൻ നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇവിടെ വന്ന ആൾക്കാർ എടുത്തോണ്ട് പോകും. കാരണം കർഷകര് കൂടുതലായിട്ടാണ് ക്വാണ്ടിറ്റി ആയിട്ട് നല്ല സാധനം കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലുപൊടിയും തന്നെയല്ല, എന്ത് നല്ല സാധനം കിട്ടാന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് തീർന്നു പോകും. അതങ്ങനെ അപ്പൊ MPA കമ്പനിന്റെ എല്ലുപൊടിക്ക് വില ലേശം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണനിലവാരം വളരെയധികം മെച്ചപ്പെട്ടതാണ് കേട്ടോ. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇവരെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന രീതികളൊക്കെ. അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റുക. ഒന്നെങ്കിൽ ഇവിടെ കൂത്താട്ടുകളുള്ള അവർ ഔട്ട്ലെറ്റിൽ വരിക, അവരുടെ പ്രൊഡക്ഷനൊക്കെ കണ്ടതിന് ശേഷം ഇവിടുന്ന് വാങ്ങി പോവുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അവർ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ കൊറിയർ ചാർജ് ഈടാക്കാതാണ് അവർ കൊറിയർ അയച്ചു തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 10 കിലോന്റെ ബാഗ്, 25 കിലോന്റെ ബാഗ്, 50 കിലോന്റെ ബാഗ്. അപ്പൊ 1000 കിലോ വരെ അവർ ഇതേപോലെ കൊറിയർ ആയിട്ട് അയച്ചു തരും. അതിലും മേലാണ് എന്നുണ്ടെങ്കിൽ അവർ സൈറ്റിൽ ഫ്രീ ആയിട്ട് എത്തിച്ചു തരുന്നതുമാണ് കേട്ടോ. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്